ഹലോ ഗായ്സ്, സഫയർ ഹോട്ടലിനെ പറ്റി കേൾക്കാത്ത തൃശ്ശൂർക്കാർ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പണ്ട് കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി ഏതാണെന്ന് ഏത് തൃശ്ശൂർക്കാരനോട് ചോദിച്ചാൽ ആദ്യം പറയുന്ന ഉത്തരം സഫയറിലെ ബിരിയാണി എന്നായിരുന്നിരിക്കും. പക്ഷേ ഇന്ന് ചിലപ്പോൾ ചോദിച്ചാൽ അത് തോംസൺ ഗ്യാസാന്നും മറ്റെന്തെങ്കിലും പേരുകളൊക്കെ കേൾക്കാം. സഫയർ അങ്ങനെ ബിരിയാണിയുടെ കാര്യത്തിൽ കേൾക്കാൻ സാധ്യതയില്ല. എന്നാൽ നേരെ മറിച്ച് ഇന്നും എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ ഞാനത് സഫയറിൻ്റെ പേര് മാത്രമേ പറയുള്ളൂ. എന്താണെന്നല്ലേ? ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും തൃശ്ശൂരിൽ ഞാൻ സഫയറിന്ന് മാത്രമേ വാങ്ങിച്ച് കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് കഴിക്കും. സഫയറിലെ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഗൈസ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കഴിച്ചിട്ട് എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ, ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം, അവരവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അജിനോമോട്ടോ പോലുള്ള അഡിക്റ്റീവ്സ് ഒന്നും ഇവിടെ ചേർക്കുന്നില്ല എന്നൊക്കെ അവരൊരു ഗ്യാരണ്ടി തരുന്നുണ്ട്. പിന്നെ നല്ല സ്വാദുമാണ്. ആക്ച്വലി അതിൻ്റെ അകത്ത് ഈ ഉള്ളി വറുത്തതും ടൊമാറ്റോ വറുത്തതും ഒക്കെ വെച്ചിട്ടുണ്ടാവും. 2 പീസ് ചിക്കൻ ഉണ്ടാവും, ഒപ്പം ഗ്രേവി ഉണ്ടാവും. ചപ്പാത്തിയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നെങ്കിൽ ആ ഗ്രേവിക്കും ഒരു പ്രത്യേക സ്വാദാണ്. ഒരു സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചിരുന്നു. ഇറ്റ്സ് ഡെഫിനറ്റ്ലി അൺഹെൽത്തി. ആ ഒരു അൺഹെൽത്തി ആണെന്ന് മനസ്സിലാക്കി ഞാനത് നിർത്തിയതാണ് മനഃപൂർവ്വം. പക്ഷെ എന്നാലും ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ തൃശ്ശൂർക്കാർ അല്ലെങ്കിൽ തൃശ്ശൂർ വരുന്ന ആൾക്കാർ സഫയർ ഹോട്ടലിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.